ഞാനവിടെ ഉണ്ടാക്കാൻ പോകുന്നത് പയർ മെഴുക്കുവരട്ടിയാണ്. പയർ മെഴുക്കുവരട്ടി വെക്കാൻ വേണ്ടി ഒരു അരപ്പകുതി തേങ്ങ എടുത്തിട്ടുണ്ട്, ഒരു 5-10 ചുമന്നുള്ളി എടുത്തിട്ടുണ്ട്, ഒരു 5 പച്ചമുളക് എടുത്തിട്ടുണ്ട്, കുറച്ച് കറിവേപ്പില കടുക് പൊട്ടിക്കാൻ വേണ്ടി, പിന്നെ കുറച്ച് കടുക്. നമുക്കിതെല്ലാം കൂടെ മെഴുക്ക് വരട്ടുന്ന രീതിയിൽ നമുക്കിതൊക്കെ ഒന്ന് അരിഞ്ഞ് എടുക്കാം. പയറെല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്, മെഴുക്ക് വരട്ടാനുള്ള രീതിയിൽ തേങ്ങാക്കത്ത് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ ചെറിയ ഉള്ളിയും നമ്മൾ ചെറുതായിട്ട് സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്, പച്ചമുളക് നമ്മൾ കീറി എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കിതെല്ലാം കൂടി മിക്സ് ചെയ്യാം. നമ്മളെല്ലാം അരിഞ്ഞ് വെച്ച പയർ, ചുമന്നുള്ളി, തേങ്ങാക്കൊത്ത്, പച്ചമുളക് എല്ലാം കൂടെ ഒരുമിച്ചിട്ട് അതിനകത്ത് നമുക്ക് ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി. അതിൻ്റെ കൂടെ നമ്മളെടുത്ത് വെച്ച കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കും. എന്നിട്ട് നമുക്ക് നല്ലതുപോലെ മിക്സ് ചെയ്യും. നല്ലതുപോലെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാൻ വെച്ച് ഇതൊന്ന് വേവിച്ചിട്ടുണ്ട്. പയറൊന്ന് വേവിച്ചിട്ടുണ്ട്. പയറൊന്ന് വേവിക്കാൻ വേണ്ടി നമുക്ക് ഒരു പാൻ ചൂടാവാൻ അതുപോലെ പാനൊന്ന് ചൂടായി കഴിയുമ്പോൾ അതിനകത്തോട്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. 1/2 സ്പൂൺ കടുക് കൂടി കൊടുക്കുക. കൂടെ നമ്മുടെ പയറും കൂടെ അതിലേക്ക് കൊടുക്കുക. ഒരു ശകലം വെള്ളം കൂടെ നമ്മളതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുക. അതുപോലെ ഇളക്കുക. ഇതേപോലെ ഇളക്കിയിട്ട് നമുക്കിതൊന്ന് പയർ വേവാൻ വേണ്ടി നമുക്ക് കുറച്ച് നേരം അടച്ചു വെക്കാം. നമുക്ക് ഇന്ന് ചൂടാകുമ്പോൾ നമുക്ക് ഇടയ്ക്കൊന്ന് നല്ലതുപോലെ ഒന്നുകൂടെ ഇളക്കി കൊടുക്കാം. പയറൊന്ന് വേവുന്നിടം വരെ ഇത് അടച്ചു വെക്കാം. നമ്മുടെ പയർ നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ഇത് നമുക്കൊരു ഫ്രൈ പാനിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. നമുക്ക് പയറെല്ലാം കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി നമുക്ക് അടുപ്പത്ത് ഒരു പാൻ വെച്ച് ചൂടാക്കാം. പാന് നല്ലപോലെ ചൂടായി കഴിയുമ്പോൾ നമുക്കതിനകത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണയൊന്ന് ചൂടാകുമ്പോൾ നമ്മൾ മുമ്പ് വേവിച്ച് വെച്ച പയർ എല്ലാം കൂടെ ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കും. നമുക്ക് കുറച്ച് നേരം ഒന്ന് ഫ്രൈ ആകുന്ന നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കും. ഇപ്പോൾ നമ്മുടെ പയർ മെഴുക്കുവരട്ടി റെഡിയായിട്ടുണ്ട്. ഇനി നമുക്ക് അടുപ്പത്തുനിന്ന് വാങ്ങി വെക്കാം. റെഡിയായ പയർ മെഴുക്കുവരട്ടി നമുക്ക് ഒരു പാത്രത്തിലേക്ക് എടുത്ത് നമുക്കിനി അത് നമുക്ക് ചോറിൻ്റെ കൂടെ സൈഡ് ഡിഷായിട്ട് ഉപയോഗിക്കാം.